ഈ ഗ്രൂപ്പിൽ വേറാണ് കേട്ടോ. 20 ജനുവരി മൺഡേ ആരൊക്കെ പാലക്കാട് വരുന്നു? ഹണിറോസ് വസ്ത്രം നല്ലതല്ലെങ്കിൽ ചാണകമറിയാൻ. Who all are coming to Palakkad on 20th January Monday to put cowdung on Haniros if not well dressed? ഇതൊക്കെ നിങ്ങൾ ആരാന്നേ? സമൂഹത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുകയും ചാണകം പറയുന്നോ? പറഞ്ഞോട്ടെ. ആ സ്ത്രീ 4 മാസം കഴിഞ്ഞിട്ട് ഒരാളിനെതിരെ ഒരു പരാതി കൊടുക്കുകയും ചെയ്താൽ അത് എന്ത് കേസാണ്? അതോട് ചാണകം അറിയോ? അതെ, തീർച്ചയായിട്ടും മോശം ഡ്രസ് ആയിരുന്നു. ഞങ്ങളോട് ഉണ്ടായിരുന്നു. ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമായ ഇന്ത്യൻ നിയമം പറ. നിങ്ങൾക്ക് വല്ലതും കാണണോ? നിങ്ങൾ വേറെ വഴി ഈ സമൂഹത്തിൽ വഴിതെറ്റിക്കുന്ന രീതിയിൽ പോയാൽ ഒരു സമൂഹത്തിന് തെറ്റായ ഞങ്ങൾ ചോദ്യം ചെയ്യും. നിങ്ങൾ ലക്ഷണമൊത്ത ഗുണ്ടാ ടീമല്ലേ സാറേ? നലച്ചു നോക്കൂ. ഹണിറോസിന്റെ വസ്ത്രം നിങ്ങൾ ചാണകം മാറി എറിയും. ഈ പറയുന്ന ധന്യാരാമൻ ഒരു ചർച്ചയിൽ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ തന്നെക്കെതിരെ ചെയ്യേണ്ട കാര്യം ആലോചിക്കുക. ഞാൻ കേട്ടാ തന്നെ എന്നെ എന്താ പറഞ്ഞത്? നിങ്ങൾ ആ ഗ്രൂപ്പിൽ എന്നെ എന്താ പറഞ്ഞത്? അതാ ചർച്ചയല്ലേ? ചർച്ചയ്ക്ക് പുറത്ത് ധന്യ എന്ന് പറഞ്ഞ ആക്ടിവിസ്റ്റിനെ എങ്ങനെ ആക്രമിക്കാം എന്ന് നിങ്ങൾ അവിടെ ചർച്ച ചെയ്യാം. പോടോന്ന് പറയാം. അവർക്ക് എന്താ എന്നെ അധികാരം? എന്താ പോടോന്ന് എന്താ പ്രശ്നം? എന്താ താൻ പോടോ ഒരുമാതിരി പോടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ പറയും ചർച്ചയിൽ. പിന്നെ എന്തിനാ അവള് പരാതി കൊടുത്തത്? അതെ, ചർച്ചയിലല്ലേ? പിന്നെ എന്തിനാ പരാതി കൊടുത്തത്? ഈ ഗ്രൂപ്പിനകത്ത് ധന്യയെ ആക്രമിക്കാനുള്ള ആലോചന നടത്തിയിട്ടുണ്ട് ഇവരെ. ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത് അല്ലേ? ഞാൻ ഓടി വെപ്പിക്കും ഒരു മിനിറ്റ്. വലിയൊരു വിഷയമാക്കാം. കാര്യം നമ്മള് പാലക്കാട് ആക്കിയതുപോലെ ഒരു വലിയൊരു വിഷയമാക്കാം. ആത്മയിലെ മെമ്പർമാരെയും സംഘടനയെ തൊട്ട് കളിച്ചാൽ അത് ഒരു തീക്കളിയാണ്, അത് വലിയൊരു വിഷയമാവുന്ന കേസാണ് എന്ന് നമുക്ക് വരുത്തി തീർക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്ന് പറഞ്ഞാൽ നമ്മള് സ്റ്റേഷൻ പിക്കറ്റിംഗ് നടത്തുകയും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു പരിപാടി കൂടി ചെയ്യണം. ചാണകവെള്ളം ധന്യാരമ്യയുടെ ദേഹത്തൊഴിക്കും. മനസ്സിലായോ? ചാനൽ എന്ന് പറഞ്ഞാൽ ഹണിറോസിന്റെ വസ്ത്രം ഇഷ്ടപ്പെട്ടില്ല ചാണകം എറിയും. ധന്യാരാമൻ ചർച്ചയിൽ എന്തോ പറഞ്ഞു, പുറത്ത് കാണുമ്പോൾ ചാണകവെള്ളം ഒഴിക്കും. അല്ല, ഞാൻ പറഞ്ഞുതരാം. എന്താ ധന്യാരാമൻ പുള്ളിക്കാരി ഈ എടാപോടെന്ന് എന്നെ വിളിച്ചിട്ട് ഞാനൊന്ന് ബോഡി എന്ന് വിളിച്ചപ്പോ അതുകൊണ്ട് വനിതാ സെല്ലിൽ കൊണ്ട് പരാതി കൊടുത്തു. അതുകൊണ്ട് അവിടെ ഞങ്ങൾ സ്റ്റേഷൻ പിക്കറ്റിംഗ് നടത്താണ്ടിരുന്നു. എന്നെ വിളിപ്പിച്ച് ഞാൻ പോകുമ്പോ സ്വാഭാവികമായിട്ട് സംഘടനയുള്ളവർ സ്റ്റേഷൻ പിക്കറ്റിംഗ് നടത്തും. നടത്തുമ്പോ ചാണകവെള്ളം ഞങ്ങൾ ഒഴിക്കും എന്നാണ് പറഞ്ഞത്. ആർക്കെതിരെ? അവൾ പോകുന്ന വഴിക്ക്. എന്തിനാണ് പോടാന്ന് വിളിച്ചത്? കേരളത്തിൽ താമസിക്കുന്ന 100 കണക്കിന് വരുന്ന ലൈംഗികമായി അതിക്രമിക്കപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഷെൽട്ടർ ഹോമുകളിൽ താമസിക്കുന്ന ഭീതിയോടെ ജീവിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ അപ്പൊ തന്നെ വ്യാജപരാതി എന്ന് എടുത്തു പറയാൻ കാണിച്ച താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കാം. എന്തുകൊണ്ട് ഈ കുഞ്ഞു മക്കളെ പോക്സോ കേസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പീഡിപ്പിക്കുന്നു? അതിന്റെ അവസരം എങ്ങനെ ഉണ്ടാവുന്നു? താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. കുട്ടികളുടെ അപ്പനാണ് ഈ പറയുന്നത്. ഈ നാട്ടില് പെൺകുട്ടികളോടൊപ്പം തന്നെ ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ആൺകുട്ടികൾ പുരുഷന്മാരാവേണ്ടവരാണല്ലോ. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ എന്താ ഇടപെടുന്നത്? അമ്മയും അപ്പനും അല്ലാത്തതുകൊണ്ടാണ്. പെൺകുട്ടികൾ ഇത് പുറത്തു പറയുന്നേക്കാൾ പകുതി മാത്രമേ ആൺകുട്ടികൾ പുറത്തു പറയുന്നുള്ളൂ എന്നാണ് ദേശീയ രേഖ. ഈ ആൺകുട്ടികൾക്ക് പുറത്തു പറയാനുള്ള ധൈര്യം കിട്ടാത്ത എന്തുകൊണ്ടാ? അവരുടെ ആണത്തത്തെ നിങ്ങളെ പോലുള്ള ആൾക്കാർ ചോദ്യം ചെയ്യുന്നുണ്ടാ? അവർക്കത് ക്യാമ്പയിൻ നടത്തൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു പുരുഷനെ പീഡിപ്പിച്ചു. നിങ്ങൾ പീഡിപ്പിച്ച പുരുഷന്റെ ഒപ്പം നിങ്ങൾ നിൽക്കുവോ? പീഡിപ്പിക്കപ്പെട്ട പുരുഷന്റെ ഒപ്പം ആരുടെ കൂടെ ഞങ്ങൾ നിന്നിട്ടുള്ള? പീഡിപ്പിച്ച പുരുഷന്റെ ഒപ്പം. താങ്കൾ ചോദ്യം എന്താണെന്നറിയോ? 2 പുരുഷന്മാർ തമ്മിലുള്ളതല്ലേ? അതെ. അത് ആരോ പീഡനം അനുഭവിച്ച അവർക്ക് അനുകൂലമായിട്ടല്ലേ നമുക്ക് ആണല്ലോ. പക്ഷെ സ്ത്രീകളാണ് പീഡനം അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ പുരുഷൻ പീഡിപ്പിച്ച സ്ത്രീകൾ എവിടെയാ വ്യാജമാണ് പീഡനം അനുഭവിച്ചെങ്കിൽ പുരുഷന്റെ പീഡിപ്പിക്കപ്പെട്ട വ്യാജ പരാതി വരരുത്.